ഹലോ എവ്രി വൺ, ഞങ്ങൾ ഇന്ന് ചെറുപുഴ പോവാണ്. അവിടെയാണ് ഞങ്ങളുടെ ആനുവൽ കുടുംബയോഗം നടക്കുന്നത്. ഈ വർഷത്തെ മീറ്റിംഗ് JMMA ഹോളിസ്റ്റിക് സെൻറ്ററിലാണ്. ഇപ്പോൾ പുല്ലോലിലെത്തി. ഓക്കെ, ഞങ്ങളിപ്പം ചെറുപുഴ എത്തി, പിന്നിലോട്ട് എത്താറായി. ഇതാണ് JMMA ഹോളിസ്റ്റിക് സെൻറ്റർ. മർത്തോമ സഭയുടെ കീഴിലാണ് ഈ സെൻറ്റർ. ഈ ഹോളിസ്റ്റിക് സെൻറ്റർ മർത്തോമ തിരുമേനിമാരായ യോഹന്നാൻ മർത്തോമ മെത്രോപൊളിത്തയും മാത്യൂസ് മാർ അത്താനേഷ്യസ് മെത്രോപൊളിത്തയുടെ പേരിലാണ്. ഇപ്പോൾ കാണുന്നത് മെയിൻ എൻട്രൻസ് ആണ്. അവിടെ അവരുടെ ഓഫീസ്, കോൺഫറൻസ് ഹാള്, ഡൈനിങ് ഹാളും ഉണ്ട്. ഹോളിസ്റ്റിക് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു യോഹന്നാൻ തിരുമേനിയുടെ ജന്മഭവനം. ഈ സെൻറ്ററിൽ പല ചാരിറ്റി പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഓഫീസ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ ഒരു കിളിക്കൂടും കാണുന്നു. മീറ്റിംഗ് സ്ഥലത്തെത്തി. കാവുങ്കോട്ടത്ത് കുടുംബം എന്നാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ അറിയപ്പെടുന്നത്. കാവുങ്കോട്ടത്ത് മണ്ണിൽ, പനച്ചേരിൽ, വലിയകാലയിൽ, ചെറുവെട്ടോളിൽ, പുത്തൂർ, നഗരൂർ കിഴക്കേതിൽ, കൈതമംഗലം, കൈപ്പുരയിടം, പീടികപ്പറമ്പിൽ, ഈ വീട്ടുപേരുകളാണ് താഴെ കാണുന്നത്. ഇതിൽ വലിയകാലയിലാണ് ഞങ്ങളുടെ വീട്ടുപേര്. ഞങ്ങളുടെ മുഖ്യ അതിഥി ഓർത്തഡോക്സ് സഭയിലെ കോർപ്പിസ്കോപ്പയായ ജേക്കബ് ഫിലിപ്പ് അച്ഛനാണ്. അദ്ദേഹം തന്നെയാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത്. ഗാനത്തിനായി എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുകയും അതോടൊപ്പം പുറത്ത് നിൽക്കുന്നവർ കടന്ന് ഇരിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. എല്ലാവരുടെയും മന്ദസ്മിതങ്ങൾ കുറവാകുന്ന മുഖങ്ങൾ വീണ്ടും കാണുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ കുടുംബ സംഗമത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഡോക്ടർ തോമസ് മാത്യു കാവുങ്കോട്ടയത്ത് മുഖ്യ സന്ദേശം നൽകുവാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്നേഹിതനായിരിക്കുന്ന വലിയ റവറൻ ജേക്കബ് ഫിലിപ്പ് കോർപ്പിസ്കോപ്പ ദേവരഘട്ടിൽ, റവറൻ ഷിബിൻ വർഗീസ് നഗരത്തിലെ ഞാൻ ക്ഷണിക്കുന്നു. അച്ഛൻ തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ അഭാവത്തിൽ അച്ഛനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. NCPയുടെ ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയും MP-യുമായിരുന്ന ശ്രീ PC ചാക്കോ പനച്ചേരിൽ, കുടുംബയോഗത്തിൻ്റെ മുമ്പിലത്തെയും ഇപ്പോഴത്തേതുമായ ഭാരവാഹികൾ, പേട്രൻസ്, കൗൺസിൽ മെമ്പേഴ്സ്, സന്നിഹിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളുമേ ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹമാണ്. ഈ ദിവസം ഇവിടേക്ക് കടന്നു വരുവാൻ നമുക്കേവർക്കും സാവകാശം ഒരുക്കിയതിനും ആരോഗ്യവും ബലവും നൽകിത്തന്നതിനും ദൈവത്തിന് മഹത്വം കരയിട്ടു. ഒരേ തുവൽ പക്ഷികൾ ഒന്നിച്ച് കൂട്ടം കൂടുന്നു. Birds of the same feather flock together. ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളുടെ പരമ്പരകളായി 10 ശാഖകളുള്ള കാവുങ്കോട്ടത്തെ മഹാകുടുംബത്തിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ഒരു കുടുംബമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും കൈത്താങ്ങലുകളുടെയും ഇൻബലത്തിൻ്റെ ഉറവിടമാകുന്നു. വ്യക്തിബന്ധങ്ങൾ പുതുക്കുന്നതിനും നമ്മുടെ കൂടിവരവുകൾ സഹായകരമാകുമെന്നുള്ളതിൽ രണ്ടു പക്ഷമില്ല. 2023 മെയ് 13 നടന്ന നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കുടുംബ സംഗമത്തിന് ശേഷം നമ്മുടെ കുടുംബയോഗത്തിന്റെ പാർട്ട് ആൻഡ് പാഴ്സൽ ആയിരുന്ന 2 പ്രിയ സഹോദരങ്ങൾ നിത്യതയിൽ ചേർക്കപ്പെട്ടു. നാം സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയ ജോസ് വലിയകാലായാലും പ്രിയ സണ്ണി പുത്തൂരും. കണ്ണ് ഉള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഇന്നത്തെ കുടിവരവിൽ ഇവരുടെ അസാന്നിധ്യം നമുക്ക് ഏവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. 1990 മുതൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ജനനം ഒരു കുടുംബത്തിൽ നടക്കുന്നത് പോലെ പ്രകൃതി നിയമമാണ് മരണം നടക്കുക. എന്നാൽ നമ്മളെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത് വേദന ഉളവാക്കുന്നതാണ്. കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും വേദന ഉളവാക്കുന്നത്. 2023-24 13 പേരാണ് നാം കാലയവനിക്കുള്ളിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് മരിച്ചത്.
അത്രയും കൃത്യമായ രീതിയിൽ നമുക്ക് നല്ലൊരു കുടുംബചരിത്രം എഴുതി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അനന്തര തലമുറയിലേക്ക് ഇത് കൈമാറാൻ തക്കവണ്ണം നമുക്കുള്ള ബാധ്യതയുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും. പലരുമായിട്ട് ഈ സമയത്ത് കൗൺസിലുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമ്മൾ പൊതുവെ പറയാറുണ്ട് അടുത്ത ജനറേഷനിൽ ഇതൊന്നും നടക്കുകയില്ലെന്ന്. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമല്ല, ശുഭാപ്തി വിശ്വാസം തന്നെയാണുള്ളത്. അടുത്ത തലമുറയ്ക്ക് ഇതിൽ താല്പര്യമുണ്ട്. ഒരു പക്ഷെങ്കിൽ ഇതുപോലെയുള്ള കൂടിവരവുകൾ നടക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നെ ചോദിച്ചാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുറിയാനി ക്രിസ്ത്യാനികൾ കുടിയേറി പാർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചിരുന്ന മർത്തോമ കോളേജിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങൾക്ക് കുട്ടികളെ കിട്ടാനില്ല. അവിടെ മാത്രമല്ല CMS വലിയ കോളേജുകൾ നമ്മുടെ ബിഷപ്പ് മൂറിന്റെ പ്രിൻസിപ്പളൊക്കെ ഇരിപ്പുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോളേജുകളുടെ സ്റ്റാൻഡേർഡ് മോശമായിട്ട് അല്ല, ഇവിടെ കുട്ടികളില്ല. ഇവിടുത്തെ കുട്ടികൾ പുറത്തോട്ട് പോകുന്നതിന് നമുക്ക് തടയാനും പറ്റത്തില്ല. എന്നെ ചോദിച്ചാൽ ലോകം അത്രയ്ക്ക് ചുരുങ്ങിക്കഴിയും. നമ്മളിനി എല്ലാം നമ്മൾ തന്നെ തിരുവല്ലായിലും റാന്നിയിലും കോന്നിയിലും മാത്രം ഇരിക്കണം നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. അവർ പോയി വലിയ വലിയ കാര്യങ്ങൾ ഇടപെടട്ടെ. എന്നാൽ അങ്ങനെയുള്ളവരെ ഒന്നിച്ചു നിർത്താൻ തക്കവണ്ണം നമുക്കൊരു ഗ്ലോബൽ വേദി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഇതുള്ള മീറ്റിങ്ങുകളൊക്കെ ഓൺലൈൻ മീറ്റിങ്ങുകളായിരിക്കും. ഓൺലൈൻ ഇപ്പം വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇന്റർവ്യൂകളെല്ലാം നടത്തുന്നത് ഓൺലൈനാണ്. PhD തീസിസ് ഒക്കെ സമർപ്പിക്കുന്നതും പ്രസന്റ് ചെയ്യുന്നതെല്ലാം ഓൺലൈനായിട്ടാണ്. ഇപ്പം ആ ലോകം അങ്ങനെ വളർന്നു കഴിഞ്ഞു. അങ്ങനെ ഒരു ഓൺലൈൻ വേദി വരുന്ന സമയത്ത് നമ്മുടെ വൈസ് പ്രസിഡന്റ് മോനച്ചൻ അമേരിക്കയിൽ പോയ സമയത്ത് നമ്മൾ ഒത്തിരി കുടുംബാംഗങ്ങളെ കാണുകയുണ്ടായി. അവർക്കെല്ലാം നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയും ആ വെബ്സൈറ്റിൽ നമ്മുടെ ഇന്നത്തെ തലമുറ, ഞാൻ 10ാം തലമുറയാണ് നോക്കിയിട്ട്, എൻ്റെ മകൻ 11, എൻ്റെ കൊച്ചുമകൾ 12ാം തലമുറയാണ്, ചിലപ്പോൾ 13 തലമുറ വരെ വന്നിട്ട് കാണും ചില ഫാമിലി വരുന്ന സമയത്ത്. അവരുടെ എല്ലാ പേരുകൾ കൃത്യമായി നമുക്ക് ചേർത്ത് നമ്മുടെ വെബ്സൈറ്റിൽ ചേർത്ത്, ഇപ്പം എൻ്റെ കൊച്ചുമകളുടെ പേര് എസ്തേർ എന്നാണ്. എസ്തേർ നടിക്കുന്ന സമയത്ത് അവിടെ അപ്പനാര വല്യപ്പനാര ഇങ്ങനെ പുറമോട്ട് പോകാൻ തക്കവണ്ണമുള്ള ഒരു ക്രമീകരണം നടത്താൻ തക്കവണ്ണമുള്ള ഒരു ഉദ്യമം ഈ ഒരു കൗൺസിൽ ഏറ്റെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഈ പൊതുയോഗം ഞങ്ങൾക്ക് തരണമെന്ന് ഞാൻ ആദ്യം ഒന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടി ചെയ്യേണ്ടതാണ്. അവർക്ക് താല്പര്യമുണ്ട്. പേരുകൾ അന്വേഷിക്കുന്ന ഒരു ലോകത്തിലെ തലമുറകളാണ് ഇപ്പോഴുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിലൂടെ ഇപ്പോഴത്തെ തലമുറകൾ ടെക്നോളജി മാത്രമല്ല, അവർക്ക് എത്തിക്സിലും എല്ലാത്തിനും താല്പര്യമുണ്ട്. ഞങ്ങൾ അധ്യാപകരായതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം. കൊണ്ടാണ് പറയുന്നത്. നമ്മൾ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ട്, അത് നമ്മൾ ശ്രമിക്കും. എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും ആദ്യമേ ഞാൻ രേഖപ്പെടുത്തുകയാണ്. സാധാരണ രീതിയിൽ എന്നെ ഒരു പ്രസംഗത്തിന് വിളിച്ചാൽ ഞാൻ പോവുകയില്ല, ഞാൻ ഒഴിഞ്ഞു മാറും. ഞാനങ്ങ് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയല്ല. 1-2 കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നോ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എപ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മാതാവ്. അനിയൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരിച്ചു. പിന്നെ ഞങ്ങളെ 2 പേരെയും വളർത്തിക്കൊണ്ട് വന്നത് അമ്മ. ഇപ്പോഴും വലിയകാല കുടുംബവുമായി കെട്ടിച്ചു വിട്ടെങ്കിലും നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു. ആഴ്ചയിൽ 1-2 പ്രാവശ്യം വലിയകാലായി പോകാതിരിക്കത്തില്ല. സ്കൂളിലെ അധ്യാപികയാണെങ്കിലും വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂൾ അടച്ചു കഴിയുമ്പോൾ വൈരത്തലേന്ന് നേരെ വലിയകാലായി വരും ഞങ്ങളെയും കൊണ്ട്. ഞാൻ വൈരത്തലം പഠിക്കുന്ന കാലത്ത് പിന്നെ തിങ്കളാഴ്ച രാവിലെ അവിടുന്ന് പോകത്തു. അങ്ങനെ ചെറുപ്പകാലം ഞങ്ങളെ വളർത്തിയ ആ സാഹചര്യവും ഒക്കെ ഓർക്കുമ്പോഴേ, അതുപോലെ തന്നെ ഞാനും എൻ്റെ അനിയനും 2 പേരും വൈദികരാണ്. ഞാൻ നാട്ടിൽ തന്നെ നിന്നു. അനിയനെ പട്ടമേറ്റപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിരുന്ന തിരുമേനി ഡോക്ടർ
തോമസ് മാർ മക്കാറിയസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് കൊണ്ടുപോയി. പിന്നെ അവിടുത്തെ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിട്ട്, തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ടും തിരുമേനിയുടെ മരണം വരെയും സേവനം അനുഷ്ഠിച്ച് ഇപ്പോഴും അവിടെ തന്നെ മെഡിക്കലല്ല, ഇപ്പം ടൊറൻറ്റോയിലാണ്, കാനഡയിൽ. തിരുമേനി തന്നെയാണ് ന്യൂയോർക്കിൽ നിന്ന് ടൊറൻറ്റോയിലോട്ട് സ്ഥലം മാറ്റം കൊടുത്തത്. ടൊറൻറ്റോയിലാണ് സഹോദരൻ താമസിക്കുന്നത്. അങ്ങനെ എൻ്റെ അമ്മയെപ്പറ്റി ഓർക്കുന്ന സ്മരണയിൽ എനിക്ക് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒരു മടിയും കൂടാതെ ഞാൻ കുടുംബ യോഗ സമ്മേളനത്തിലേക്ക് വരാമെന്ന് സമ്മതിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു സന്ദേശം അച്ഛൻ തരണം. ഞാൻ അന്നേരം പറഞ്ഞു, എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നേ, ഇന്നൊരു 10 മിനിറ്റ് ഞാൻ വേണേ പറഞ്ഞേക്കാം. അടുത്ത സമയത്ത് എന്നോട് പറഞ്ഞു, അത് മുഖ്യ സന്ദേശമാണ്. ഒരു മടിയും കൂടാതെ ഞാനിങ്ങ് പോരുകയായിരുന്നു. ഇതൊരു ദൈവ നിശ്ചയമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. എന്നെ പരിചയപ്പെടുത്തി റാന്നി വലിയകാലായി കുഞ്ഞു സാറ്, അവരുടെയൊക്കെ മാതൃക ജീവിതം നമ്മൾ കണ്ടുപിടിക്കട്ടെ. ഡിസിപ്ലിൻ, മൂല്യങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, ഞാനൊരു അച്ഛനായി, അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചുമോൾ ഡോക്ടറായി, അന്നത്തെ കാലത്ത് ഒരു കൊച്ചുമോൾ എൻജിനീയറായി. ഇല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞത് പഴയ കാലത്ത് നമ്മുടെ പിതാക്കന്മാരുടെ ബന്ധങ്ങളും മൂല്യങ്ങളും അവരുടെ നല്ല ഗുണങ്ങൾ ഈ കുടുംബയോഗം കൂടുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് ആമുഖമായിട്ട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഹൃദയം നുറുങ്ങുന്ന ദുഃഖത്തോടെയുമാണ് നിൽക്കേണ്ടത് എന്ന് ഞാൻ ഓർക്കട്ടെ. ഇവിടെ അനുസ്മരണമൊക്കെ പറഞ്ഞെങ്കിലും കഴിഞ്ഞ 30 വർഷത്തെ കുടുംബയോഗത്തിന്റെ ചരിത്രത്തിൽ ഒരു വ്യക്തിയില്ലാത്ത കുടുംബയോഗം എന്ന് കൂടാൻ പോകുന്നത് ഹൃദയത്തിൽ നുറുങ്ങലുണ്ടാക്കുന്നു. കാരണം ഞാൻ പ്രസിഡന്റ് ആയിരുന്ന 5 വർഷവും എൻ്റെ കൂടെ സെക്രട്ടറി ആയിരുന്ന, അതിനു മുമ്പേ കൊച്ചുകോശാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സെക്രട്ടറി ആയിട്ട് മുഴുവൻ കാര്യങ്ങളിൽ ഓടി നടന്ന് ചെയ്തിരുന്ന സണ്ണി പുത്തൂർ ഇന്ന് ഈ വേദിയിലില്ല, ഈ മീറ്റിങ്ങിലില്ല. അങ്ങനെ ഒരു മീറ്റിംഗ് എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ 30 വർഷത്തിൽ ആദ്യമായിട്ട് കൂടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ പോലും അനിലയും കുടുംബവും ബാക്കിയുള്ളവരും മകനും ഒക്കെ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതും, സണ്ണിപുത്തൂര് ശരീരനായി സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഈ കുടുംബയോഗ മീറ്റിങ്ങിൽ കണ്ട് സന്തോഷിക്കുന്നുണ്ട് എന്ന് ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. All the best wishes for Chalu and for her parents. അടുത്തായിട്ട് മിഷേല സാറ ചെറിയാൻ, കൈതമംഗലം മാരാമണ്ണ്, SSLCക്ക് വിജയം കരസ്ഥമാക്കിയ മിഷേല സാറ ചെറിയാൻ വേണ്ടി അവാർഡേറ്റ് വാങ്ങുന്നു. അടുത്തത് യോഷിബ സാറ ബോബി, മണ്ണിൽ പുതുക്കുളം. അടുത്തതായിട്ട് യഹോഷ്വ ജോർജ് ബോബി, മണ്ണിൽ പുതുക്കുളം. ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? നമ്മുടെ മുൻ പ്രസിഡന്റ് VT തോമസ് അച്ചായനോട് നാം അവാർഡ് നൽകാനാണ് ആവശ്യപ്പെട്ടത്. നമ്മുടെ സെക്രട്ടറി പ്രിൻസിന്റെ എബ്രഹാം വലിയയുടെ മകളാണ് ഷാനിയ എബ്രഹാം. ഷാനിയ എബ്രഹാമിനെ ഹർഷാരവത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. JNVST പരീക്ഷയിൽ ഉന്നത വിജയം നേടി ജവഹർ നവോദയ വിദ്യാലയത്തിലേക്ക് അഡ്മിഷൻ കരസ്ഥമാക്കി. 6ാം ക്ലാസ്സിലേക്കാണ് നമുക്ക് ഷിബിനച്ചൻ കൊടുക്കുന്നത്, ജേക്കബ് അച്ഛൻ കൊടുക്കുന്നത്. ആര്യ PhD ബിരുദത്തിലേക്ക് നയിച്ച പിതാവ് സർവാത്മന യോഗ്യനാണ് അവാർഡ് ഏറ്റുവാങ്ങേണ്ട തോമസ് മാത്യു സാറിന് അവാർഡ്. പ്രയാസം, അതിനുള്ള ഒരു പ്രായശ്ചിത്തമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിഹാരമാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നമുക്കിടയ്ക്ക് ക്രമീകരിക്കാനായിട്ട് കഴിയുന്നത്. അത് ഏറ്റവും ഭംഗിയായി ഓർഗനൈസ് ചെയ്യാൻ പ്രിയപ്പെട്ട സാറ് വളരെ കാര്യക്ഷമമായി അതിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം എനിക്ക് കിട്ടുന്ന മൊബൈൽ മെസ്സേജസും നമ്മുടെ കൗൺകോട്ടത്ത് ഗ്രൂപ്പിൽ ലഭിക്കുന്ന അപ്ഡേറ്റ്സ് ഒക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ന് വളരെ ചിട്ടയോടെ ഇത് ക്രമീകരിക്കുമ്പോൾ ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. ഞാനൊരു കാര്യം മാത്രം പറഞ്ഞ് ഒരു ചെറിയ ആശംസ അവസാനിപ്പിക്കട്ടെ. കുടുംബയോഗം എന്ന് പറയുന്നത് നമുക്ക് എപ്പിസ്കോപ്പാച്ചിൽ നിന്ന് വളരെ വിശാലമായ ഒരു മെസ്സേജ് നമ്മൾ കേട്ടു.
ഇത് ഇവിടെ സംഭവിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയട്ടെ. ഇറ്റ്സ് എ ടൈം ഓഫ് കോൺവെർസേഷൻസ്. അതായത് സംഭാഷണങ്ങളുടെ ഒരു സമയം കൂടെയാണ്. നമ്മളെല്ലാം സംഭാഷണം നടത്താറുണ്ട്. സംഭാഷണങ്ങൾക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്, ഒത്തിരി നന്മകളുണ്ട്. സംഭാഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വ്യക്തത വരുത്തും. ഇന്നലെ ഞങ്ങളുടെ പള്ളിയിലൊക്കെ, ഞാൻ CSI അംഗമാണ്, ഞങ്ങളുടെ പള്ളിയിലെ ചിന്താവിഷയം അനുസരിച്ച് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു അസാധാരണമായ സംഭാഷണത്തെ കുറിച്ചാണ് ധ്യാനിച്ചത്. അത് യേശുവും ശമരിയക്കാരി സ്ത്രീയും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കോൺവെർസേഷൻ എക്സ്ട്രാ ഓർഡിനറി ആണ്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാത്തതാണ്. കാരണം യേശു ഒരു യഹൂദനും ഒരു ശമരിയ സ്ത്രീയും തമ്മിലുള്ള കോൺവെർസേഷൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനപ്പാടമാണ് ആ വാക്യങ്ങളൊക്കെ. ഞാനിതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇന്ന് അകലുന്ന ഒരു ലോകത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റുന്നത് പ്രെജുഡിസസ് ആണ്, മുൻവിധിയാണ്. കാരണം ശമരിയ എന്ന് കേട്ടാൽ തന്നെ യഹൂദന് ഒരു ധാരണയുണ്ട്. ചിലരെന്ന് പേര് പറയുമ്പോൾ, ചില കുടുംബം എന്ന് പേര് പറയുമ്പോൾ, ചില വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു ധാരണയുണ്ട്. എന്നാൽ ഇവർ തമ്മിൽ അടുത്ത് വന്നപ്പം സംസാരിച്ചപ്പോൾ all those prejudices have been removed. അല്ലെങ്കിൽ എല്ലാ ആ മുൻവിധികളും അവിടെ നഷ്ടപ്പെടുകയാണ്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു വീട്ടിൽ വിസിറ്റിന് ചെന്നപ്പോൾ എന്നെ കണ്ടപ്പം അവിടുത്തെ അമ്മാമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആകെ ഒന്ന് പരിങ്ങി. അപ്പൊ രണ്ടാമത് അമ്മാമ്മ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞു, ഒന്ന് മിനുങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ രൂപം ഒന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതായിരിക്കും എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ അന്നേരം ഓർത്തു, 2010 ഇത് വല്ലവരും പറഞ്ഞായിരുന്നു എനിക്ക് സന്തോഷമായിരുന്നു. കാരണം അന്നായിരുന്നു കല്യാണം നടന്നു. ഇതിനേക്കാൾ ഭീകരമായ രൂപമായിരുന്നു എൻ്റെ അന്നത്തെ. ഞാൻ പറയാൻ വന്ന കാര്യമല്ല. അപ്പം മിനുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല കാര്യം. അപ്പം പിന്നെയും സംസാരിച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ്റെ മുഖമൊക്കെ ഒന്ന് മിനുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ സന്തോഷം. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പക്ഷെ പിന്നെ എനിക്ക് വലിയ നിരാശയാണ് തോന്നുന്നത്. കാരണം അമ്മാമ്മ പറഞ്ഞത് തെറ്റാണ്. അതിന്റെ തലേ ദിവസം ഞാൻ ഒരു ഡെന്റൽ പ്രൊസീജിയർ ചെയ്തതിന്റെ വേദനയിൽ ഇങ്ങനെ നീര് വന്ന് ഈ ഭാഗം തീർത്തിരിക്കുക. എന്നെ ആ വേദനയെ കടിച്ചു പിടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ആന്റി പറയാണ്, അച്ഛൻ നന്നായിട്ടുണ്ട്. ഇതാണ് നമുക്കെല്ലാം സംഭവിക്കുന്ന ഒരു പ്രശ്നം. ഒരാളെ കണ്ടാൽ വി ജഡ്ജ് ബൈ അപ്പിയറൻസസ്. ഒരാളെ കണ്ടാൽ നമ്മൾ, ഇതാണ് ഈ യോഹന്നാൻ 4-ലും കാണുന്നത്. യേശുവും ശമരിയക്കാരി സ്ത്രീയും കുടുംബ ബന്ധങ്ങൾ എന്ന് പറഞ്ഞു. അച്ഛൻ വളരെ ആധികാരികമായിട്ട് ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, വളരെ നല്ല കാര്യങ്ങൾ. അതോടൊപ്പം നമുക്ക് ഇന്നിവിടെ സംഭവിക്കേണ്ടതും അതാണ്. ഇതിനപ്പുറമായിട്ട് സഞ്ചരിക്കണം. ആദ്യം ഞാൻ ഇച്ചിരി താമസിച്ചാണ്. അപ്പം സാർ ഇവിടെ കാര്യമായിട്ട് പറഞ്ഞു, ഇത് വിപുലപ്പെടുത്തുകയും നമുക്ക് കുറച്ചുകൂടെ ബന്ധങ്ങൾ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യണമെന്നുള്ളത്. ഞാൻ ഇന്ന് പള്ളിയിലെ കാര്യങ്ങളൊന്നും ഇന്നില്ലായിരുന്നു ആക്ച്വലി. എന്നാലും ഇന്ന് വരണമെന്നൊരു മനസ്സുകൊണ്ട് തീരുമാനമെടുത്തായിരുന്നു. കാരണം ഒത്തിരി നാളുകളിലൂടെ എല്ലാവരെയും ഒന്ന് കാണാനും സന്തോഷിക്കാനും. അതുകൊണ്ട് ഈ നമ്മുടെ കോൺവെർസേഷൻസ് എല്ലാം നമ്മുടെ ബന്ധങ്ങളെ ദൃഢപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവരെയും കാണാനിടയായതിലുള്ള വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട്, ഇതിന്റെ ഭാരവാഹികളെ പ്രത്യേകിച്ച് പ്രിയ സാറിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളൊക്കെ സമയം. ഗോഡ് ബ്ലെസ് us all. Keep me burning till the break of day. Come on and sing, Hosanna sing, Hosanna sing, Hosanna to the King. Give me joy in my heart, give me praise in praise. Give me joy in my heart, I pray. Give me joy in my heart, give me praise in praise. Give me blessing till the break of day. Thank you. ചൊല്ലാനില്ലേ നല്ല നാഥനെന്നെ ചെയ്ത നന്മകളോർത്താൽ നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ നല്ല നാഥനെന്നെ ചെയ്ത നന്മകളോർത്താൽ ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത് പിന്നവൻ തന്നതാണി സർവ നന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത് പിന്നവൻ തന്നതാണി സർവ നന്മയും. എത്ര എത്ര വന്ദിച്ചാലും എത്ര ആസ്വദിച്ചെന്നാൽ പകരമാവനെ വൻ കൃപകൾ ഓർക്കുമ്പോൾ. നമ്മുടെ ഈ കൂടിച്ചേരലിന് വലിയ ഔപചാരികതകളൊന്നും ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ഒരു ആഗ്രഹം പറയുന്നതില്ല. ഇന്ന് നമ്മുടെ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ എനിക്ക് നമ്മളെ ഈ കാലയളവിൽ വിട്ടുപിരിഞ്ഞു പോയ രണ്ടുപേരെ ഓർക്കാതെ അത് അവതരിപ്പിക്കുവാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഞാൻ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ദീർഘകാലം കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുകയും
എൻ്റെ ഓർമ്മയുള്ളപ്പോൾ മുതൽ ഈ കുടുംബയോഗത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബയോഗം റീയൂണിയൻ ചെയ്തതിന് ശേഷം ഈ കുടുംബയോഗത്തിൻ്റെ നെടുന്തൂണ് എന്ന് പറയാവുന്ന രൂപത്തിൽ കുടുംബയോഗത്തെ സംഘടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ശ്രീ സണ്ണി പുത്തൂർ ഈ കുടുംബയോഗത്തിന് നൽകിയിട്ടുള്ള വലിയ സേവനത്തെ അനുസ്മരിക്കാതെ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ ഞാൻ സെക്രട്ടറി ആയതിനു ശേഷം തുടക്കം മുതൽ ഈ കുടുംബയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ദൈനംദിനം സഹായം ചെയ്തിരുന്ന ജോസ് വലിയവരായി അനുസ്മരിക്കാതെ ഈ റിപ്പോർട്ട് പൂർണ്ണമാവുന്നില്ല. റിപ്പോർട്ട് ബുക്ക് പ്രിൻ്റ് ചെയ്ത് എല്ലാവരുടെയും കയ്യിലുണ്ട് എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയ വിശദാംശങ്ങൾ ഞാൻ വായിച്ച് പറഞ്ഞ് പോകുന്നില്ല. അതിൻ്റെ സംക്ഷിപ്തം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് എല്ലാവരും അംഗീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശരീരം അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. റാന്നി എത്തി. ഈ വീഡിയോ പൂർണ്ണമാകുന്നു. വീണ്ടും കാണുന്നവരെ ബായ്.